അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇഖ്റാർ ആര് നടത്തണം? മുക്കല്ലഫ് മുഖ്താർ നടത്തണം. യുആഖദു ബി ഇഖ്റാരി മുക്കല്ലഫി മുഖ്താരി. മുക്കല്ലഫ് മുഖ്താറുമായ വ്യക്തി ഒരു ബാധ്യത സമ്മതിച്ച് പറഞ്ഞാലേ, ഒരു കടമ സമ്മതിച്ച് പറഞ്ഞാൽ മാത്രമാണ് അയാളെ അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുക. ഫലാ യുആഖദു ബി ഇഖ്റാരി സബിയ്യിൻ വ മജ്നൂനിൻ വ മുക്രഹിൻ ബി ഗൈരി ഹഖ്ഖിൻ. ഒരു ഹക്കുമില്ലാതെ നിർബന്ധിക്കപ്പെട്ടവൻ, ഭ്രാന്തൻ, കുട്ടി, ഇവരുടെ ഇഖ്റാർ കൊണ്ട് അവരെ പിന്തുടരുന്നതല്ല. എന്ത് അലൽ ഇഖ്റാരി, ഇഖ്റാറിൻ്റെ മേൽ അവർ ഇഖ്റാർ ചെയ്തതിൻ്റെ പേരിൽ അവർ പിടിക്കപ്പെടുന്നതല്ല. എന്തിൻ്റെ മേലാണ് നിർബന്ധിക്കപ്പെട്ടത്? അനൽ ഇഖ്റാരി, ഒരു ഇഖ്റാറിൻ്റെ പേരിൽ. ബിയാൻ ദുരിബ ലി യുഖിറ, ഇഖ്റാർ ചെയ്യാൻ വേണ്ടി അടിക്കപ്പെട്ടു. ചിലപ്പോൾ സത്യം പറയാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ട ആളുണ്ടാകും. അമാ മുക്രഹുൻ അല സിദ്ഖി, സത്യം പറയാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടയാൾ. ഹക്കില്ലാതെ നിർബന്ധിക്കപ്പെട്ട ആളുടെ ഇഖ്റാറാണ് സ്വീകരിക്കപ്പെടാത്തത്. സത്യം പറയാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടവൻ, ഖാൻ ദുരിബ യസ്തു ഖഫി ഖദിയത്തിൻ, ഒരു സംഭവത്തിൽ സത്യം പറയാൻ വേണ്ടി ഒരു വ്യക്തി അടിക്കപ്പെട്ടു. അടിക്കാൻ പാടില്ല എന്നല്ല വേറെ കാര്യം. ഫയസിഹു ഹാനൽ ദർബി വബഅദഹു, ആ ഇഖ്റാർ സഹിയാകും. അടിക്കുന്ന സമയത്തുള്ള ഇഖ്റാറും സഹിയാകും, അതിന് ശേഷമുള്ളതും സഹിയാകും. അപ്പോൾ അവൻ ഇഖ്റാർ ചെയ്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഈ തെളിവുകളൊക്കെ കണ്ട സാധനമായിരിക്കും, ചിലപ്പോൾ നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. പഠിച്ചിട്ട് സമയിപ്പിക്കുക, പേടിച്ചിട്ട്. പക്ഷേ അല ഇഷ്കാലിൻ ഖബിയ്യും ഫീഹി, അതിൽ ശക്തമായ സംശയമുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു സത്യം പറയാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ട് ഇഖ്റാർ സ്വീകരിക്കുമോ ഇല്ലേ എന്നതിൽ, പണ്ഡിതന്മാർക്കിടയിൽ സ്വഹിയാകുമോ എന്നതിൽ നല്ല സംശയം നിലനിൽക്കുന്നുണ്ട്. സ്വഹിയാകും എന്നാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നത്. ആ സംശയത്തിന് ബലം എവിടെയെന്നറിയാമോ? ഇനി പറയുന്നിടത്ത സിയമാ, പ്രത്യേകിച്ചും ഇൻ ഒലിമ, മനസ്സിലാക്കിയാൽ, അന്നഹും ലാ യർഫഊന ദർബ, അടി നിർത്തൂല, ഇല്ലാ ബി അഖദ്തു, ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലല്ലാതെ അടി നിർത്തൂല എന്ന് ഉറപ്പാണ്ട് ഉണ്ട്. ആ സന്ദർഭത്തിലൊക്കെ ഒരു ഇഷ്കാലുണ്ട്, അതിൽ സംശയം നിൽക്കുന്നുണ്ട്. കട്ടെടുത്തിട്ടുണ്ട്, പലരും അവനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അടി ഉയർത്തൂല എന്ന് പറഞ്ഞാൽ ഹക്ക് സമ്മതിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, അടി നിർത്തുള്ളൂ എന്നൊരു ഉറപ്പുള്ള നേരത്ത് അവൻ ഇഖ്റാർ ചെയ്താൽ ആ ഇഖ്റാർ സ്വഹിയാകോ ഇല്ലേ എന്നുള്ളതിൽ ഇഷ്കാലുണ്ട്. ഇഷ്കാൽ പറഞ്ഞാൽ സംശയം ബാക്കിയുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അഖദ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു എന്ന് ഉദാഹരണം പറയണം. ഞാൻ എടുത്തിനടാന്ന് ചോദിച്ചു, എടുത്തിട്ടില്ലടാന്ന് ചോദിച്ചു. ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവൻ മാത്രമേ ആ റൂമിലുണ്ടായിട്ടുള്ളൂ, വേറെ ആരും ഇവിടുന്ന് വന്നിട്ടില്ല. അപ്പോൾ ആ പൈസ അവനെടുത്ത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അപ്പോൾ അവൻ സമ്മതിക്കാതെ ഇപ്പം എന്തായാലും മാർഗം സമ്മതിപ്പിക്കന്നെ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ഒരാൾ ഇഖ്റാർ ചെയ്തു, പിന്നെ അവൻ ബാധിക്കുകയാണ്, ഞാൻ ഇഖ്റാർ ചെയ്ത സമയത്ത് കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഭ്രാന്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കപ്പെട്ടതാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടീൻ്റെയും ഭ്രാന്തിൻ്റെയും ഇഖ്റാർ സഹിയാവില്ലല്ലോ. പക്ഷെ അവിടെ തെളിവുണ്ടെങ്കിൽ, അതവന് സ്ഥിരപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഓക്കെ, അവൻ്റെ ഇഖ്റാർ ക്യാൻസൽ ചെയ്യും, അവൻ്റെ വാദം സ്വീകരിക്കപ്പെടും. വലവിദ്ദാ സ്വിബൻ, ഒരാൾ കുട്ടിയായിരുന്നു എന്ന് വാദിച്ചു. സ്വബിയാണ് കുട്ടി, സ്വിബൻ എന്ന് പറഞ്ഞാൽ കുട്ടിത്തം. അമുക്കനായതിന് സാധ്യത ഉണ്ട്, സാധ്യത ഇല്ലാത്ത കുട്ടിയാണെന്നുള്ള വാദം സ്വീകരിക്കപ്പെടില്ല. സാധ്യതയുള്ള ഒരു സ്വിബയെ വാദിച്ചു, അവന് ഹബ ജുനൂനിൻ, അല്ലെങ്കിൽ ഭ്രാന്ത് പോലത്തെ ഉണ്ടായിരുന്നു എന്ന്. എങ്ങനത്തെ ഭ്രാന്ത്? മുഹിദാദ് അറിയപ്പെട്ടതാണ്, അല്ലാതെ അറിയപ്പെട്ട ഒരു ഭ്രാന്ത് പോലത്തെ ഉണ്ടായിരുന്നു. മുമ്പ് അങ്ങനെ ഭ്രാന്ത് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് അറിയാം. അവൻ പറഞ്ഞു, ഞാൻ ആ ഇഖ്റാർ ചെയ്യുന്ന നേരത്ത് ഭ്രാന്ത് ഉണ്ടായിരുന്നു. ഔ ഇക്റാഹൻ, അല്ലെങ്കിൽ എന്തിനെ വാദിച്ചു? ഇക്റാഹിനെ വാദിച്ചു, നിർബന്ധിച്ചിട്ട് സംബന്ധിച്ചതാണ്. അവിടെ വസമ്മ അമാറത്തുൻ, അവിടെ അടയാളമുണ്ട്. അമാറത്ത് പറഞ്ഞ അടയാളം, അമാറാത്തുൽ ഖിയാമാറില്ല, ഖിയാമെന്നാണ് അടയാളം. ഉദാഹരണം കഹബസിൻ, അവൻ തടവിലിട്ടിട്ടുണ്ടായിരുന്നു.
നിർബന്ധിക്കപ്പെട്ടതിന് തെളിവുണ്ട്, അടയാളമുണ്ട്. അവനെ ജയിലിലിട്ടിട്ടുണ്ടായിരുന്നു കുറേ കാലം. ഔ തെർസീമിൻ, അല്ലെങ്കിൽ അവന് നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭരണാധികാരി അവനെന്തായിട്ടുണ്ട്, പിടിച്ച് തെർസീം എന്നാണ് അതർത്ഥം. അവൻ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അവനെ അറസ്റ്റ് ചെയ്യുക, തെർസീമ. അപ്പോൾ സബത്ത, ഈ പറയപ്പെട്ട അടയാളങ്ങളൊക്കെ ബി ബയ്യിനത്തിൻ ഔ ബി ഇഖ്റാരിൻ മുഖർറിലഹു ഔ ബി യമീൻ മർദൂദത്തിൻ സുദ്ദഖ ബി യമീൻ, അത് സ്ഥിരപ്പെടുകയും ചെയ്തു, അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ബി ബയ്യിനത്തിൻ, തെളിവ് സഹിതം. അല്ലെങ്കിൽ സ്ഥിരപ്പെടാൻ വേറെ മാർഗ്ഗമുണ്ട്. മുഖർറിലഹു എന്നെ സമ്മതിക്കുക, ഭ്രാന്തുണ്ടായിരുന്നു എന്ന്. ആർക്ക് വേണ്ടിയാണോ അവകാശമുണ്ട് എന്ന് സമ്മതിച്ച് ഓൻ തന്നെ പറഞ്ഞു ശരിയാണ്, അവനെ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ മർദൂദായ യമീൻ കൊണ്ട് സ്ഥിരപ്പെടണം. എന്താ മർദൂദായ യമീൻ? ഇപ്പം അങ്ങനെ കേസ് നടക്കുമ്പോൾ മുഖറു ലഹുവിനോട് സത്യം ചെയ്യാൻ പറയുമല്ലോ. അവന് ഭ്രാന്തുണ്ടായിരുന്നില്ല, അവൻ കുട്ടിയായിരുന്നില്ല, ഭ്രാന്തനായിരുന്നില്ല എന്ന് നീ സത്യം ചെയ്യണമെന്ന് പറയും. ഈ വാദം കൊണ്ട് ആരാ വരിക? മുഖർ എനിക്ക് ഭ്രാന്തായിരുന്നു, കുട്ടിയായിരുന്നു, എന്നെ നിർബന്ധിക്കപ്പെട്ടതായിരുന്നു എന്ന് പറയുമ്പോൾ മുഖറു ലഹു എന്ത് പറയേ, അങ്ങനൊന്നുമല്ല, അവന് ഭ്രാന്തുണ്ടായിരുന്നില്ല, അവൻ കുട്ടിയായിരുന്നില്ല, അവൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നല്ലേ പറയാം. അപ്പം നിർബന്ധിക്കപ്പെട്ടിട്ടായിരുന്നില്ല എന്ന് ഇവൻ പറയുമ്പോൾ അവനോട് നമ്മൾ കോടതി സത്യം ചെയ്യാൻ പറയും. നാ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യേ, നീ അവനെ നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ അവന് സത്യം ചെയ്യാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ആ സത്യത്തെ ഇങ്ങോട്ട് റദ്ദ് ചെയ്യും. ആർക്ക്? മുഖീറിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അവനോട് സത്യം ചെയ്യാൻ പറയും, അതെ വല്ലാഹി എന്നെ നിർബന്ധിക്കപ്പെട്ടിരുന്നു. അതാണ് മർദൂദ യമീന്, തിരിച്ചു വന്ന സത്യം എന്നർത്ഥം. മനസ്സിലായല്ലോ? ഇങ്ങനെ ആ അടയാളങ്ങളൊക്കെ സ്ഥിരപ്പെടുകയും ചെയ്താൽ സുദ്ദഖ ബി യമീനിഹി, അവൻ്റെ വാദം വാസ്തവമാക്കപ്പെടും. മാലം തക്കും ബയ്യിനത്തും ബിഖിലാഫി, അതിനെതിരെ സാക്ഷികൾ സാക്ഷി പറയാത്ത കാലത്തോളം അവൻ്റെ വാദം സ്വീകരിക്കപ്പെടും. അവൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ വാദം സ്വീകരിക്കപ്പെടും, ഭ്രാന്തുണ്ടായിരുന്നു എന്നുള്ള വാദം സ്വീകരിക്കപ്പെടും, എന്നെ നിർബന്ധിക്കപ്പെട്ടതായിരുന്നു എന്നുള്ള വാദം സ്വീകരിക്കപ്പെടും. അല്ലെങ്കിൽ പിന്നെ അത് തള്ളണമെങ്കിൽ എന്ത് വേണം? സാക്ഷി വേണം. അതാണ് അതിനെതിരെ സാക്ഷി നിൽക്കാത്ത കാലത്തോളം. ഇനി മറ്റൊന്ന്, കുട്ടിയാണ് എന്ന് വാദിച്ചത് എന്താണ്? മനീയ് പുറപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണാണ് വാദിക്കുന്നത്, ഹയലുണ്ടായതാണ് എന്നൊക്കെ ആണെങ്കിൽ അത് പിന്നെ അവർ പറയുന്നത് കേൾക്കാനേ നിർവാഹമുള്ളൂ, അതിന് സാധ്യതയെങ്കിൽ. മറ്റുള്ള രീതിയിൽ പ്രായപൂർത്തിയായിട്ട് 15 വയസ്സായിട്ടൊക്കെ ഉള്ള ആ ഒരു നിലക്കുള്ള തർക്കമാണ് നേരത്തെ പറഞ്ഞത്. 15 വയസ്സിന് മുമ്പാണ്, എനിക്കന്ന് പ്രായപൂർത്തിയായിട്ടില്ല, അവിടെ തെളിവ് വേണ്ടി വരും. അമ്മായി ദാസബിയു, അപ്പോൾ ഒരു കുട്ടി വാദിച്ചു ബുലൂഗൻ, പ്രായപൂർത്തിയ ഭീമനായി മനീയ പുറപ്പെടൽ കൊണ്ട് മുംകിനിന് സാധ്യതയുള്ള, കാരണം 9 വയസ്സാകണതിന് മുമ്പ് വാദിച്ചിട്ട് കാര്യമില്ല, സാധ്യത വേണം. അല്ലെങ്കിൽ ഹയലുണ്ടായിരുന്നു, അപ്പോൾ 9 വയസ്സാണ്. അപ്പോൾ ഈ സദ്ദഖ ബിദാലിക, അവിടെ അവരുടെ വാദം വാസ്തവമാക്കപ്പെടും. വലായു ഹല്ലഫു അലൈഹി, അതിൻ്റെ മേലെ അവരെ സത്യം ചെയ്യിപ്പിക്കില്ല. കോടതി വല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കുന്നില്ല. ഇനി വയസ്സുകൊണ്ടാണ് എങ്കിലോ കുല്ലിഫ ബിബയ്യിനത്തിൻ അലൈഹി, അതിന് തെളിവ് കൊണ്ടുവരാൻ അവൻ നിർബന്ധിക്കപ്പെടും. എനിക്ക് വയസ്സായിട്ട് പ്രായപൂർത്തിയായതാണ് എന്നാണ് വാദിക്കുന്നതെങ്കിൽ, അതുകൊണ്ട് അതിന് മുമ്പാണ് എൻ്റെ ഇഖ്റാറുണ്ടായത് എന്ന് വാദിച്ചാൽ ആ വയസ്സ് തെളിയിക്കാൻ, അതിന് ശേഷമാണ് പ്രായപൂർത്തിയായത് എന്ന വയസ്സ് തെളിയിക്കാൻ സാക്ഷികളെ കൊണ്ടുവരാൻ പറയും. വൈകാന ഖരീബൻ ലാ യുറഫു, അവൻ ഖരീബാണെങ്കിൽ പോലും, ലാ യുറഫു അറിയപ്പെടാത്ത ഒരു വിദേശിയാണ്, അന്യനാണ് എങ്കിൽ പോലും അവനെന്ത് ചെയ്യണം? സാക്ഷികളെ കൊണ്ടുവരാൻ പറയണം. അതിനൊക്കെ സാക്ഷികളെ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ലല്ലോ. ആ നാട്ടുകാരനൊന്നുമല്ല, പുറത്തുള്ള ആളാണ്, അറിയപ്പെടാത്ത വ്യക്തിയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ പോലും സാക്ഷികളെ നിർബന്ധിക്കും. ബഹിയ റജുലാനി, സാക്ഷികൾ എന്ന് പറയുന്നത് 2 പുരുഷന്മാരാണ്. ഞാൻ പക്ഷേ ഈ 4 സ്ത്രീകളായാലും മതി. എപ്പോൾ? ഏത് വിഷയത്തിൽ? പ്രസവത്തിൻ്റെ വിഷയത്തിൽ. ഞാൻ പക്ഷേ ഇനി ഷഹീദ അർബഉ നിസ്വത്തിൻ, 4 സ്ത്രീകൾ സാക്ഷ്യം വഹിച്ചു ബി വിലാദത്തിഹി യൗമ കഥ, ഇന്ന ദിവസമാണ് പ്രസവം നടന്നത് എന്ന്. അപ്പോൾ പ്രായപൂർത്തി അറിയല്ലോ, വയസ്സറിയല്ലോ. കുബിൽന, അവരെ വാദം സ്വീകരിക്കപ്പെടും. അവിടെ 4 സ്ത്രീകൾക്കാണ് അത്തരം കാര്യങ്ങളൊക്കെ അറിയാം. യസ്ബുത്ത് ബിഹിന്ന അസിന്നു,
അവരുടെ ആ സാക്ഷിത്വം കൊണ്ട് വയസ്സ് സ്ഥിരപ്പെടുകയും ചെയ്യും. തബഅൻ ആ പ്രസവത്തിൻ്റെ ആ വാദത്തെ അംഗീകരിച്ചുകൊണ്ട്. പ്രസവിച്ചത് ഇന്ന ഡേറ്റില്ല എന്ന് വന്നാൽ എപ്പോഴാണ് പ്രായപൂർത്തിയായത് എന്ന് പറയാൻ പറ്റുമല്ലോ. വയസ്സുകൊണ്ടാണ് പ്രായപൂർത്തിയായതെങ്കിൽ. ചുരുക്കത്തിൽ ഒരു ഇഖ്റാറും നടത്തിയ ഒരാൾ പിന്നീട് തർക്കമായി. ഇഖ്റാർ നടത്തിയ ആൾ പറഞ്ഞു എനിക്ക് പ്രായപൂർത്തിയാണതിന് മുമ്പാണ് ഞാൻ എന്തായാലും ഇഖ്റാർ നടത്തിയതെന്ന്. അവിടെ നോക്കണം ഏത് നിലക്കാണ് പ്രായപൂർത്തിയാണെന്ന് വാദിച്ചത്. മനിയ പുറപ്പെട്ടത് കൊണ്ടാണെങ്കിൽ അത് അവൻ മാത്രമേ അറിയുള്ളൂ, അവനോട് സാക്ഷികളെ കൊണ്ടുവരാനൊന്നും പറയില്ല. അവന് യുഹല്ലഫു അലൈഹി അതിന് മേലും അവനെ കോടതി സത്യം ചെയ്യിപ്പിക്കില്ല. വയസ്സ് കൊണ്ടാണ് പ്രായപൂർത്തിയായത് എന്നാണ് വാദിക്കുന്നതെങ്കിൽ ആ വയസ്സിൻ്റെ മുമ്പാണോ ശേഷമാണോ ഇഖ്റാർ നടത്തിയെന്ന് പരിശോധിക്കാമല്ലോ. അതിന് സാക്ഷികളെ കൊണ്ടുവരാൻ പറയും. അവന് അന്യനായ വ്യക്തിയാണ്, അറിയപ്പെടാത്ത ഒരു അപരിചിതനാണെങ്കിൽ പോലും സാക്ഷികൾ കൊണ്ടുവന്നാൽ മാത്രമേ വയസ്സുകൊണ്ട് സ്ഥിരപ്പെടുള്ളൂ. അതിന് 2 പുരുഷന്മാരാണ് വേണ്ടത്. ഇനി പ്രസവത്തിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ട് 4 സ്ത്രീകൾ സാക്ഷി നിന്നാലും മതി. അപ്പോഴും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് അംഗീകരിക്കപ്പെടും. ഖുബിൽന യസ്ബുത്ത് ബിഹിന്ന സിന്നു തബഅൻ പ്രസവത്തെ അംഗീകരിക്കപ്പെട്ടതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇവിടെ പ്രായപൂർത്തി എന്നുള്ളതും വയസ്സുകൊണ്ടുള്ള പ്രായപൂർത്തിയും അംഗീകരിക്കപ്പെടും. കമാ ഖാല ശൈഖുനാ. ശരി, ഇഖ്റാറിൽ ലഫ്ള് വേണം. ലഫ്ള് യുസ്നിർ ബിൽത്തിസാം ബി ഹഖിൻ, ഒരു ഹക്ക് അവൻ ഒരു ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നു എന്നറിയിക്കുന്ന, ഒരു ബാധ്യത നിർബന്ധമായിട്ടുണ്ട് എന്നറിയിക്കുന്ന ഒരു പദം വേണം. അലയ്യ ഞാൻ നൽകാനുണ്ട്, അല്ലെങ്കിൽ ഇന്ദി കഥ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ഇന്നതൊക്കെ ഉണ്ട്, സെയ്ദിന് നൽകാൻ എന്നൊക്കെ പറയുക. അപ്പോൾ വലവുസാദ ഫീമാദുന്ന ഹസുബ് ഞാൻ വിചാരിക്കുന്നത് പ്രകാരം എന്ന് കൂട്ടിച്ചേർത്താൽ ലഹ ആ ഇഖ്റാർ അസാധുവാണ്, അത് കൂട്ടില്ല, ഉറപ്പിച്ചു പറയണം. ഇനി ഇഖ്റാർ ചെയ്യപ്പെടുന്ന സാധനം വസ്തു ആകാം അല്ലെങ്കിൽ കടമാകാം. സുമ്മ പിന്നെ ഇൻകാനൻ മുഖറു ബിഹി മുഅയ്യനൻ ഇഖ്റാർ ചെയ്യപ്പെട്ട വസ്തു നിർണിത വസ്തു ആണെങ്കിൽ കലി സെയ്ദിൻ ഹാദ സൗബു ഈ വസ്ത്രം സെയ്ദിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുഅയ്യനാണല്ലോ. ഔ ഊഹിദ ബിഹി അപ്പോൾ ആ സാധനം നൽകാൻ വേണ്ടി അവൻ്റെ മേൽ നടപടിയെടുക്കപ്പെടും. ആ വസ്ത്രം അവന് കൊടുക്കണം, ആ വസ്ത്രം സെയ്ദിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ആ ഊഹിദ ബിഹി അതിൻ്റെ പേരിൽ അവനക്കെതിരെ നടപടിയെടുക്കപ്പെടും. ഔ അയറുഹു വസ്തുവല്ല മുഅയ്യനല്ലെങ്കിൽ ലഹു സൗബിൻ ഓന് ഞാൻ ഒരു വസ്ത്രം നൽകാനുണ്ട്, ഔ അൽഫൻ 1000 നൽകാനുണ്ട് എന്ന് പറഞ്ഞാൽ ഉസ്തരിത്ത യുളമ്മ ഇലൈഹി അതിലേക്ക് ചേർക്കൽ ഷർത്താണ്. ഷെയ്ഉ മിമ്മാ യഅതി ശേഷം വരുന്ന ഏതെങ്കിലും ഒരു പദം ഉസ്തരിത്ത യുളമ്മ ഇലൈഹി അതിലേക്ക് ചേർക്കൽ ഷർത്താണ്. ഷെയ്ഉ മിമ്മാ യഅതി ഇനി വരുന്ന പദങ്ങൾ ഏതെങ്കിലും. ഉദാഹരണം ലഹു സൗബിൻ ഇന്ദി അലയ്യ എന്നൊക്കെ പറയണം. കാരണം അവിടെ നിശ്ചിത വസ്തുവല്ല. അപ്പോൾ ഇന്ദി ലഹു സൗബൻ ഇന്ദി ലഹു അൽഫുൻ അവന് ഞാൻ 1000 നൽകാനുണ്ട് എന്നിങ്ങനെ ഇന്ദി എന്നോ അലയ്യ എന്നൊക്കെ കൂട്ടണം. വസ്തുവാണെങ്കിൽ എന്ത് വേണ്ട ഹാദ സൗബുൽ സെയ്ദിൻ ഈ വസ്ത്രം സെയ്ദിൻ്റെതാണെന്ന് പറഞ്ഞാൽ മതി. കാരണം അത് മുഅയ്യനാണ്, നിർണ്ണയിക്കപ്പെട്ട വസ്തുവാണ്. ഇവിടെ ഒരു വസ്ത്രം നൽകാണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, അതാണ് വൈറഹു നിർണ്ണയിക്കപ്പെട്ട വസ്തു അല്ലെങ്കിൽ അഥവാ ബാധ്യതയാണെങ്കിൽ ലഹു സൗബിൻ ഔ അൽഫുൻ എന്നൊക്കെയാണെങ്കിൽ ഉസ്തിരി തയ്യുളമ്മയിലേഹി ആ പദത്തിലേക്ക് ചേർക്കപ്പെടേണ്ടതാണ് ഷെയ്ഉ മിമ്മാ യഅതി പറയപ്പെടുന്ന പദങ്ങൾ. ഏതാണ് ശേഷം വരുന്ന പദം? ഇന്ദി എന്നോ അലയ്യ എന്നോ. ഇനി ഇങ്ങനെ പറഞ്ഞു അലയ്യ ഔ ഫി ദിമ്മത്തി എന്ന വാക്ക് ലിദൈനി കടമായി നൽകാനുണ്ടെന്ന്. അലയ്യ ലി സെയ്ദിൻ അൽഫുൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഞാൻ അവന് 1000 രൂപ കടം കൊടുക്കാനുണ്ട് എന്ന്. അലയ്യ ഔ ഫി ദിമ്മത്തി എന്ന വാക്കാണ് ഉപയോഗിച്ചതെങ്കിൽ ലിദൈനി അത് കടം കൊടുക്കാനുണ്ട് എന്നാണ് അർത്ഥം. ഇനി മൈ ഇന്ദി എന്നാണെങ്കിൽ ലിലൈനി വസ്തു നൽകാനുണ്ടാകും. എൻ്റെ കൂടെ എൻ്റെ അടുത്ത് സെയ്ദിന് ഒരു വസ്ത്രമുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അത് കടല്ല, ഒരു വസ്തുവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മൈ ലി സെയ്ദിൻ സൗബൻ എന്നാണ് പറഞ്ഞെങ്കിൽ മൈ ലി സെയ്ദിൻ സൗബൻ എൻ്റെ കൂടെ സെയ്ദിനിക്കൊരു വസ്ത്രമുണ്ട്. കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത്, എൻ്റെ പക്കൽ. അവിടെ ആ വസ്ത്രം ഏതായിരിക്കും? വധി അത് അവൻ്റെ ഉടമസ്ഥതയിലുള്ള അവൻ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ സാധനമാകാം, അല്ലെങ്കിൽ സൂക്ഷിച്ച സാധനമാകാം, അല്ലെങ്കിൽ ഇജാറത്തായിട്ട് കിട്ടിയ സാധനമാകാം, അല്ലെങ്കിൽ പണയമായിട്ട് കിട്ടിയ സാധനമാകാം. അവിടെ അതിലേറ്റവും താഴ്ന്ന പടിയിലുള്ളതിൻ്റെ മേലിലാണ് അതിന്
സങ്കല്പിക്കപ്പെടേണ്ടത്. അത് യുഹ്മലുൽ ഐനു, വസ്തു ഉണ്ട് എന്ന് പറയുമ്പം അതിനെ ചുമത്തപ്പെടേണ്ടത് അല അതിനൽ മറാത്തിബി, ഒരാളടുത്ത് വസ്തു ഉണ്ടാകുന്നതിൻ്റെ സാധ്യതകളിലെ മർത്തബകൾ, അതിലേറ്റവും താഴ്ന്ന മർത്തബയാണ് പരിഗണിക്കേണ്ടത്. അതേതാ? വദിയത്താണ്. എൻ്റെ അടുത്തൊരു സാധനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള സാധനമാകാം, നിങ്ങൾ എന്നെ സൂക്ഷിച്ചേൽപ്പിച്ച സാധനമൊക്കെ ആകാമല്ലോ. അപ്പം കൂടുതൽ തീരെ ബാധ്യത വരാത്തത് ഏതാ? വദിയത്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ്റെ ഒരു മൊബൈലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ എന്നോട് വാങ്ങിയ മൊബൈൽ എന്നാണോ? എൻ്റെ അടുത്ത് പണയം വെച്ച മൊബൈൽ എന്നാണോ? പല മർത്തബകളുണ്ട്, പല സാധ്യതകളും മർത്തബകളുണ്ട്. അതിലേറ്റവും താഴ്ന്ന മർത്തബ അവനെടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതുണ്ട് എന്നാക്കാം. അപ്പോൾ അങ്ങനെയാണോ വിശദീകരിക്കുന്നതെങ്കിൽ അത് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ യുഖ്ബൽ ഖൗലുഹു, അപ്പോൾ അവൻ്റെ വാക്ക് സ്വീകരിക്കപ്പെടും. യമീനിഹി, അവൻ്റെ സത്യം കൊണ്ട് ഷെഫിർ റദ്ദി തിരിച്ചു കൊടുത്തിണ് എന്ന വിഷയത്തിലും തെൽഫി നശിച്ചിരുന്ന വിഷയത്തിലും. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു വസ്ത്രം ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ വല്ലാഹി എന്ന് സത്യം ചെയ്യുക. തിരിച്ചു കൊടുത്തിരുന്നാണെങ്കിൽ അവിടെയൊക്കെ ഇവൻ്റെ വാദമാണല്ലോ സ്വീകരിക്കപ്പെടുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയുകയാണ് എനിക്ക് തിരിച്ചേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ വാദം സ്വീകരിക്കുക. അത് നശിച്ചു പോയി എന്ന് പറഞ്ഞാലും നിങ്ങളെ വാദമാണ് സ്വീകരിക്കുക. കാരണം വദിയത്തിൻ്റെ ഹുക്കം അങ്ങനെയാണ്. നിങ്ങളെൻ്റെ അടുത്ത് വിറ്റ സാധനമാണെങ്കിലോ, നിങ്ങളുടെ അടുത്ത് തന്നെ വാങ്ങിയ സാധനമാണെങ്കിലോ അതിന് വേറെ ഹുക്കുമാണ്. അപ്പം തിരിച്ചു കൊടുത്തിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട് തുടങ്ങിയ വാദങ്ങളിലൊക്കെ അവൻ്റെ വാദമാണ് സ്വീകരിക്കുക. കാരണം അത് വദിയത്താണ് എന്ന ഒരർത്ഥമാണ് നമ്മൾ വെക്കുക. മായി ഇന്ദി എന്ന വാക്കിന് ഇവനോട് വിശദീകരണം ചോദിച്ചപ്പോൾ അവൻ വദിയത്താണ് എന്നാണ് പറയുന്നതെങ്കിൽ അത് വദിയത്തായിട്ടാണ് കൂട്ടുക. ഇനി മരിച്ചതിന് മുമ്പ് ഒരാൾ പറഞ്ഞു അവൻ എൻ്റെ അടുത്ത് അവൻ്റെ ഒരു എന്തുണ്ട്, ഒരു സ്വർണ്ണാണ് ആഭരണമുണ്ട് എന്നാണ് പറഞ്ഞ് മരിച്ചു പോയത്. പിന്നെ മക്കൾക്കിടയിൽ തർക്കമായി. മക്കൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, സെയ്ദിന് വാപ്പ ഒരു ജെയ്ദിൻ്റെ ഒരു ആഭരണം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞ് തർക്കമായി. അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് തരാനുള്ളതാണ് എന്ന് പറഞ്ഞു, ഞങ്ങൾ വായ്പ വെച്ചതായിരുന്നു, പണയം വെച്ചതായിരുന്നു പറഞ്ഞു. അപ്പം മക്കൾ പറഞ്ഞു അല്ല അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ ആ രണ്ട് മർത്തബകളിൽ ഏറ്റവും താഴെ മർത്തബ ഏതാ? സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക എന്നുള്ളതല്ലേ, വദിയത്ത്. അപ്പോൾ ആ വാദമാണ് സ്വീകരിക്കുക. അപ്പോൾ അത് നശിച്ചു പോയിട്ടെന്ന് പറഞ്ഞാൽ അതും സ്വീകരിക്കേണ്ടി വരും, അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ അതും സ്വീകരിക്കേണ്ടി വരും. ഇതൊക്കെയാണ് വിഷയം. ഇതൊക്കെയാണ് സീഹകൾ. ഇനിയും സീഹകളുണ്ട്. നഅം, ബല, സദഖത്ത, അതെ, യെസ്, നീ സത്യമാണ് പറഞ്ഞത്. അബ്റഹ്തനി മിനിഹി, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്. ഔ അബിനീനി മിനുഹു, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നേക്ക്. അബിരി അബ്ര എന്നാണ് പൊരുത്തപ്പെട്ടു, തൃപ്തിപ്പെട്ട് ബാധ്യത ഒഴിവാക്കി എന്നാണ് അർത്ഥം. ഖളൈതുഹു, ഞാനത് വീട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ജവാബി അലൈസലി അലൈക്ക കഥ, നീ എനിക്ക് ഇന്നെ തരാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് ഞാൻ വീട്ടിയിട്ടുണ്ട്, അതേ നീ സത്യമാണ് പറഞ്ഞത്, നീ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ട് കൊണ്ടാ എന്ന വാക്കുകളൊക്കെ അവന് നൽകാനുണ്ട് എന്നുള്ള സമ്മതം പറച്ചിലാണ്. വീട്ടിയില്ല എന്നുള്ള വേറെ കാര്യം. ഓക്കെ, ഇതൊക്കെയാണ് ഇഖ്റാറിൻ്റെ. ഇനിയും വാദങ്ങളുണ്ട്, വാചകങ്ങളുണ്ട്. നമുക്ക് അടുത്ത പാഠത്ത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.